എനിക്കൊരു വ്യക്തമായൊരു പ്ലാൻ ഇല്ലായിരുന്നു എങ്ങോട്ട് പോകണം. എന്തായാലും ഒരു ഗവൺമെന്റ് ജോലി എന്നുള്ളൊരു മൈൻഡ് ഉണ്ടായിരുന്നു. ഇത് നേരിട്ട് ഞാൻ RRBJയിലോട്ട് എത്തിയതല്ല. ആദ്യം വേറൊരു ഇതിലോട്ട് നോക്കി പിന്നെ ഇറങ്ങി തിരിഞ്ഞ് RRBയിലോട്ട് എത്തിയതാണ്. വജ്ര 2.0 ബാച്ച് നോക്കിയപ്പോൾ അതിലുള്ള മോക്ക് ടെസ്റ്റ് ആണെങ്കിൽ പോലും ഓൺലൈൻ ക്ലാസ് ആണെങ്കിൽ പോലും ടൈം അനുസരിച്ച് എങ്ങനെ നമുക്ക് അറ്റൻഡ് ചെയ്യാം എന്നൊക്കെ ഒരുപാട് എനിക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. എന്തുകൊണ്ടും ഒരു ബെറ്റർ ഓപ്പർച്യൂണിറ്റിയാണ്. നമുക്കൊരു സ്റ്റേറ്റ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് ജോലി പൊതുവെ മലയാളീസ് ചൂസ് ചെയ്യാത്ത അല്ലെങ്കിൽ അറിയാത്ത ഒരു ഏരിയ ആണ്. അപ്പോൾ നമുക്കും ഇതിനൊക്കെ സാധിക്കും. ഇപ്പോൾ കൂടുതലായിട്ട് ഇപ്പോൾ തന്നെ 2024 തന്നെ ഒരുപാട് മലയാളീസ് സെലക്ട് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനിയുള്ള 2025 എക്സാം ആണെങ്കിൽ പോലും നമുക്ക് ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ക്രാക്ക് ചെയ്യാൻ പറ്റും. ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് എക്സാമിനേക്കാളും ബെറ്റർ ആയിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയാണ് RRBJ. എനിക്ക് ഒറ്റയ്ക്കായിട്ടുള്ള ഒരു വിജയമായിട്ട് ഇത് കാണാൻ പറ്റില്ല. എല്ലാ സൈഡിൽ നിന്നും എനിക്ക് ഒരുപാട് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഹാപ്പിയാണ്. ഹായ്, ഞാൻ ശ്രീകാന്ത് കെ. സിവിലിയൻസിൻ്റെ ഓൺലൈൻ ബാച്ചായ വജ്ര 2.0 ഞാൻ കോഴ്സ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ 2024 കഴിഞ്ഞ RRBJ റിക്രൂട്ട്മെൻറ്റിൽ സെലക്ട് ആയിട്ടുണ്ട്. ബാംഗ്ലൂർ സോണിൽ തന്നെ ഡിസൈൻ ആൻഡ് ഡ്രോയിങ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് എനിക്ക് കിട്ടിയത്. ഞാൻ 2022 BTech പാസ് ഔട്ട്, അതും കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രത്തിലായിരുന്നു. അത് കഴിഞ്ഞു എനിക്കൊരു വ്യക്തമായൊരു പ്ലാൻ ഇല്ലായിരുന്നു എങ്ങോട്ട് പോകണം. എന്തായാലും ഒരു ഗവൺമെൻറ് ജോലി എന്നുള്ളൊരു മൈൻഡ് ഉണ്ടായിരുന്നു. ഇത് നേരിട്ട് ഞാൻ RRBJയിലോട്ട് എത്തിയതല്ല. ആദ്യം വേറൊരു ഇതിലോട്ട് നോക്കി പിന്നെ ഇറങ്ങി തിരിഞ്ഞ് RRBയിലോട്ട് എത്തിയതാണ്. അപ്പോൾ പിന്നെ അതിൻ്റെ എക്സാമിൻ്റെ പാറ്റേണും സിലബസ് നോക്കിയപ്പോഴും എനിക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നി. അങ്ങനെ ഞാൻ വജ്ര 2.0 ബാച്ച് നോക്കിയപ്പോൾ ഒന്നാമത് RRBJ ഒരു ഓൺലൈൻ എക്സാം കൂടി ആയതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഓൺലൈൻ കോഴ്സ് ഒരുപാട് ഉപകാരപ്പെട്ടു. അതിലുള്ള മോക്ക് ടെസ്റ്റ് ആണെങ്കിൽ പോലും ഓൺലൈൻ ക്ലാസ് ആണെങ്കിൽ പോലും ടൈം അനുസരിച്ച് എങ്ങനെ നമുക്ക് അറ്റൻഡ് ചെയ്യാം എന്നൊക്കെ ഒരുപാട് എനിക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട് വഴിയായിരുന്നു എനിക്ക് ഇതിലോട്ട് എത്തിച്ചേരാൻ പറ്റിയത്, സിവിലിയൻസിൻ്റെ ഈ കോഴ്സിലോട്ട്. അതിന് ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ ആദ്യം തന്നെ കോഴ്സ് നോക്കിയപ്പോൾ 2 ഓപ്ഷനായിരുന്നു എൻ്റെ മുന്നിലുണ്ടായിരുന്നു, ഓൺലൈൻ അല്ലെങ്കിൽ ഓഫ്ലൈൻ. എൻ്റെ ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ ഇത് ഓൺലൈൻ എന്നുള്ളത് ചൂസ് ചെയ്യായിരുന്നു. എനിക്ക് അങ്ങനെ പഠിക്കാൻ പറ്റുന്നൊരു കോൺഫിഡൻസ് എൻ്റെ മൈൻഡിൽ വന്നിരുന്നു. അപ്പോൾ എനിക്കിത് ഇവരുടെ ഈ സിവിലിയൻസിൻ്റെ ഈ കോഴ്സ് നോക്കി ഒരു ഓൺലൈൻ എക്സാം കൂടിയാണ് ഞാൻ കോമ്പീറ്റ് ചെയ്യാൻ നിൽക്കുന്നത്. അപ്പോൾ എനിക്കത് ബെറ്ററായിട്ട് തോന്നി. എന്നാലും അതിന് കുറച്ച് ടാസ്ക് ഇതുണ്ടായിരുന്നു. കാരണം എനിക്കൊരു കോമ്പറ്റീഷൻ ലെവൽ മനസ്സിലാക്കണമെങ്കിൽ ഓഫ്ലൈനിൽ തന്നെ പോകണമെന്നൊരു ഇതുണ്ട്. എന്നാൽ പോലും ഞാനത് പറ്റുന്നിടത്തോളം അത് ഓവർകം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ ബാച്ച് വഴി എനിക്കത് സാധിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ സിവിലിയൻസിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ പോലും എനിക്ക് എൻ്റെ ക്ലാസ് ഇടയ്ക്കിടയ്ക്ക് അന്വേഷിച്ചുകൊണ്ട് തന്നെ ഇവിടെ മെൻറ്റേഴ്സ് വിളിക്കാറുണ്ടായിരുന്നു. ഞാൻ പലപ്പോഴും വീടിന് ഉള്ളിൽ പുറത്തൊക്കെ ആകുമ്പോഴായിരിക്കും പലപ്പോഴും വിളിക്കുക. അപ്പോൾ തന്നെ എനിക്ക് തോന്നാറ് കാര്യം ഇവർ നമ്മളെക്കാളും കൂടുതൽ ഇങ്ങോട്ട് എഫേർട്ട് ഇടുന്നുണ്ട്, നമ്മളൊരു കോഴ്സിന് നമ്മളെത്രത്തോളം വില കൊടുക്കുന്നുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒറ്റയ്ക്കല്ല പഠിക്കുന്നുള്ളൊരു ബോധം അതുവഴി എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അവരുടെ സൈഡിൽ നിന്ന് അവർ മാക്സിമം ഇങ്ങോട്ട് എഫേർട്ട് ഇടുന്നുണ്ട്. അതനുസരിച്ച് ഞാനും പറ്റുന്ന പോലെ എൻ്റെ ഭാഗത്തു നിന്ന് ഞാനും ഇതാക്കി. എനിക്ക് ഒറ്റയ്ക്കായിട്ടുള്ളൊരു വിജയമായിട്ട് ഇത് കാണാൻ പറ്റില്ല. എല്ലാ സൈഡിൽ നിന്നും എനിക്കൊരുപാട് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഹാപ്പിയാണ്. പിന്നെ സ്റ്റഡി മെറ്റീരിയൽസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഇവിടെ ആദ്യം കോഴ്സ് എടുക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇവരുടെ ഹാൻഡ് റിട്ടൺ നോട്ട് വാങ്ങിയിരുന്നു. കാരണം എനിക്ക് പൊതുവേ ഈ നോട്ട് എടുക്കാൻ കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ പിന്നെ ഈ ഓൺലൈൻ സ്റ്റഡി കൂടി ആകുമ്പോൾ നമുക്ക് എത്രയും സ്പീഡിൽ പഠിക്കാൻ പറ്റുന്നു അത്രയും സ്പീഡിൽ പഠിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഹാൻഡ് റിട്ടൺ വാങ്ങിയതുകൊണ്ട് തന്നെ എനിക്കധികം നോട്ട് എഴുതാനുള്ളൊരു എഫേർട്ട് ഇടേണ്ടി വന്നിട്ടില്ല. അതിൽ തന്നെ ഓൾമോസ്റ്റ് എല്ലാം ഇൻക്ലൂഡഡ് ആയിരുന്നു. പിന്നെ ഇവരുടെ ക്ലാസ്സുകളാണെങ്കിൽ പോലും എനിക്ക് പ്രത്യേകിച്ച് ഗൂഗിൾ സാറിൻ്റെ എൻവയോൺമെൻറ്റിൻ്റെ ക്ലാസ്സൊക്കെ എനിക്ക് അത്യാവശ്യം ബെറ്ററായിട്ട് എനിക്ക് പെട്ടെന്ന് തന്നെ അത് പഠിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. പിന്നെ ഈ ഒരു RRBJയുടെ പ്രത്യേകത എന്താ വെച്ചാൽ 2 എക്സാം 2 ടൈപ്പായിരുന്നു. ടയർ 1 നോൺ ടെക്നിക്കൽ ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ ടയർ 2 ആണെങ്കിൽ ടെക്നിക്കലിനായിരുന്നു കൂടുതൽ ഇമ്പോർട്ടൻസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടും നമ്മൾ ഒരേപോലെ കോൺസെൻട്രേറ്റ് ചെയ്താലേ നമുക്കിതൊന്ന് ക്രാക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കാരണം ഒരു ഫസ്റ്റ് എക്സാമിന് തന്നെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ഓരോ കട്ട് ഓഫ് ആയിരിക്കും. ആദ്യത്തെ എക്സാമിൽ തന്നെ മുഴുവൻ കട്ട് ഓഫും ക്ലിയർ ചെയ്യുന്ന ഒരാൾക്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നോൺ ടെക്കിനും ഒരേപോലെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുകയാണ് ഏറ്റവും ബെറ്റർ. ഇനി 2025 RRBJ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. പിന്നെയുള്ള ആസ്പിറൻസിലൂടെ എനിക്ക് പറയാനുള്ളത് എന്തുകൊണ്ടും ഒരു ബെറ്റർ ഓപ്പർച്യൂണിറ്റിയാണ്. നമുക്കൊരു സ്റ്റേറ്റ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ജോലി പൊതുവെ മലയാളീസ് ചൂസ് ചെയ്യാത്ത അല്ലെങ്കിൽ അറിയാത്ത ഒരു ഏരിയ ആണ്. അപ്പോൾ നമുക്കും ഇതിനൊക്കെ സാധിക്കും. ഇത് ഒരു സ്റ്റേറ്റിൻ്റെ മാത്രം കാര്യമല്ല. ഇപ്പോൾ കൂടുതലായിട്ട് ഇപ്പോൾ തന്നെ 2024 തന്നെ ഒരുപാട് മലയാളീസ് സെലക്ട് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനിയുള്ള 2025 എക്സാം ആണെങ്കിൽ പോലും നമുക്ക് ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ക്രാക്ക് ചെയ്യാൻ പറ്റും. ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് എക്സാമിനേക്കാളും ബെറ്റർ ആയിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയാണ് RRBJ. എന്തായാലും 2025 എക്സാമിലേക്ക് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. Start your preparations for engineering competitive exams from top educators. Learn from the best.